ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ റെസിപ്പി ബ്രൗണിയാണ്. ഞാൻ എപ്പോഴും ബ്രൗണിന്റെ ഓർഡേഴ്സ് വരുമ്പോൾ എനിക്ക് കറക്റ്റ് അല്ലെങ്കിൽ ഒരു പീസ് കൂടുതൽ അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ പീസ് ഒക്കെ ഇട്ടേക്കില്ല വരുന്നത്, ഒന്ന് ഫുൾ പറയും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ എന്റെ ചോട്ടാ സ്ഥലത്ത് അങ്ങനെ ബ്രൗണി കിട്ടൽ കുറവാണ്. ഇപ്പൊ ഒരു പീസ് എനിക്ക് ഷെയർ ചെയ്ത് കഴിക്കലാണ് എപ്പോഴും വരും. എനിക്ക് ബ്രൗണി ഉണ്ടാക്കി തരുമല്ലോ. അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ ബ്രൗണി ഉണ്ടാക്കി കൊടുത്താൽ തീരുമാനിച്ചിരിക്കുന്നില്ല. അപ്പൊ നമുക്ക് കഴിക്കാമല്ലോ. നമുക്ക് കുറെ ആയി ബ്രൗണി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കുറച്ച് മടിയുണ്ട്. ഓർഡർ ഉണ്ടാവുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അതിന് എന്തായാലും നമുക്ക് ബ്രൗണി ഉണ്ടാക്കാം. അതിന്റെ റെസിപ്പി ഞാൻ പറഞ്ഞേക്കാം. ഞാനിപ്പോൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 4 എടുക്കുക, മുട്ട വലുതാണെങ്കിൽ 3 എടുക്കുക. എന്നിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. കേക്കിന്റെ അളവിൽ നമുക്ക് ബീറ്റ് ചെയ്യേണ്ട, എയർ ബബിൾസ് കൂടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റായി കിട്ടണം, അത്രേ ഉള്ളൂ. നമുക്ക് വിസ്ക് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് ചെയ്യാം. ഞാനിപ്പം എളുപ്പത്തിന് വേണ്ടിയാണ് ബീറ്റർ ഉപയോഗിച്ചത്. ഇനി അടുത്തത് ബട്ടർ വേണം, പിന്നെ ഡാർക്ക് കോമ്പൗണ്ടും വേണം. ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് 250 ഗ്രാം അളവിൽ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കോമ്പൗണ്ടിന്റെ ഒരു കോമ്പൗണ്ടും പിന്നെ ഒരെണ്ണത്തിന്റെ പകുതി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. 120 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും നമുക്ക് മെൽറ്റായി കിട്ടും ചോക്ലേറ്റ്. എന്നിട്ട് അതും കൂടി നമ്മുടെ മിക്സിലോട്ട് കൂട്ടിക്കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം ഞാൻ സ്പീഡിലായിട്ടാണ് കാണിക്കുന്നത്. സ്ലോയിൽ വേണം ചെയ്ത് കൊടുക്കാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ എയർ ബബിൾസ് കൂടും. എന്നിട്ട് 1 കപ്പ് അളവിൽ ആദ്യം 3 ടീസ്പൂൺ കൊക്കോ പൗഡറും ബാക്കി മൈദയും കൂടി ചേർത്ത് 2 വട്ടം അരിച്ച് നമ്മുടെ ബാറ്ററിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് 1 kg ടിന്നാണ്. അതിൽ ബട്ടർ പേപ്പർ ചുറ്റിനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടിക്കാനെല്ലാം ഒന്നിങ്ങനെ മെൽറ്റായ പോലെ നമുക്ക് കിട്ടും ബ്രൗണിയുടെ ഉള്ളിൽ നിന്ന്. പിന്നെ ബാക്കി മിക്സും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓവണിലാണ് വെക്കുന്നുണ്ടെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് ഒക്കെ മതിയാവും. പെട്ടെന്ന് റെഡി ആയി കിട്ടും. ഇനി നിങ്ങൾ ബിരിയാണി പോട്ട് അങ്ങനത്തെ ഇതിലാണ് വെക്കുന്നതെങ്കിൽ കറക്റ്റ് 45 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ബ്രൗണി കിട്ടും. അപ്പൊ ഞാനിത് ബേക്ക് ചെയ്തിട്ട് വരാം. ഇവിടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് കിക്കാറ്റും ബോൾസും ഡയറി മിൽക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ആക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരും. ബൈ.